ഒരിക്കലും കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഒരു കുട്ടീനെയും കൊണ്ട് 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെയും കൊണ്ട് വരിക. അവളുടെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അവള് ഭയങ്കര ഗൗരവമുള്ള ആളായി മാറിയിട്ടുണ്ട് പെൺകുട്ടി. അങ്ങനെ കുറേ അവൾക്ക് കൗൺസിലിംഗ് കൊടുത്തു, കുറേയേറെ അവളുടെ അടുത്ത് സംസാരിച്ചു. ആദ്യം വന്ന സമയത്ത് ഈ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവൾ നന്നായിട്ട് ചിത്രം വരക്കും, എൻ്റെ കുട്ടി നന്നായിട്ട് ചിത്രം വരക്കും. അവളുടെ ബെഡ്റൂമിൽ മുഴുവൻ അവളുടെ സ്റ്റഡി ടേബിളിന്റെ താഴെ അവളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ബുക്കിൽ ഒക്കെ മനോഹരമായ ചിത്രങ്ങൾ അവൾ വരച്ചു വെക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, ഏറ്റവും കൂടുതൽ നിങ്ങളെ കുട്ടി വരക്കുന്ന ചിത്രം എന്താണ്? അപ്പൊ അമ്മ പറയാ, ഏറ്റവും കൂടുതൽ എൻ്റെ കുട്ടി വരക്കല് മഴവില്ലാണ് എന്ന്. എന്താണ് വരക്കല്? മഴവില്ലാണ് എന്ന്. എന്താ മഴവില്ല് വരച്ച പ്രശ്നം? എന്താണ് മഴവില്ല്? നദാപുരത്തുള്ള ആർക്കെങ്കിലും അറിയോ എന്താണ് റെയിൻബോ തിയറി? ഒരുപക്ഷെ കൗമാരക്കാരായ കുട്ടികൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഏതെങ്കിലും ഉമ്മമാർക്ക് അറിയാം എന്താണ് റെയിൻബോ തിയറി? അറിയുന്ന ഉമ്മമാർ ആരെങ്കിലും കൈപൊക്കുക? ആർക്കും അറിയില്ല അല്ലെ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ഒരു ഉമ്മ തന്നെയായിരുന്നു അത്. ആ ഉമ്മാക്കും അറിയില്ലായിരുന്നു എന്തിനാണ് എൻ്റെ കുട്ടി മഴവില്ലിനെ വരക്കുന്നത്. ആകാശത്ത് പണ്ട് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സൂര്യപ്രകാശം മേഘങ്ങളിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളികളിൽ മുട്ടി പിന്നെന്താ 7 വർണ്ണങ്ങളായി വിഘടിച്ച് അതിങ്ങനെ റെയിൻബോ ഷേപ്പിൽ നിൽക്കുന്നതാണ്. അതിങ്ങനെ ആർച്ച് ഷേപ്പിൽ നിൽക്കുമ്പോൾ അതിനെ മഴവില്ല് എന്ന് പറയും. അങ്ങനെ തന്നെയല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളെ കുണ്ട കണ്ണും കാട്ടി എന്നെ നോക്കിക്കുമ്പോ എനിക്ക് എന്നെ പേടിയാവാ. ശരിയല്ല എന്നെയാളെ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ? സയൻസിന്റെ ടീച്ചർമാരായാലും ഇവിടെ ഉണ്ടോ? അത് തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്, പ്രകാശത്ത് നിന്ന് അങ്ങനെ തന്നെയാണ് റെയിൻബോ ഉണ്ടാവുക. എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല, പണ്ട് പഠിച്ചതല്ലേ, മറക്കൂല ചില മനുഷ്യന്മാർ. അപ്പൊ ഈ ഉമ്മയും നമ്മളെയൊക്കെ പോലെ എൻ്റെ കുട്ടി മഴവില്ല് ഇഷ്ടപ്പെടുന്ന ഒരാളാ. പ്രകൃതി രമണീയമായ പ്രകൃതിയുടെ ഒരു വരദാനമാണ് മഴവില്ല് എന്ന് പറയുന്നത്. ആ മഴവില്ലിനെ സ്നേഹിച്ചെൻ്റെ കുട്ടി ഇങ്ങനെ വരച്ചു വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മഴവില്ല് റെയിൻബോ എന്ന് പറയുന്നത് LGBTQ ആൻഡ് സോ ഓൺ എന്ന് പറയുന്ന അതിവിഷം വമിക്കുന്ന ഒരു തിയറിയാണ്. എന്താ LGBTQ? അത് ലെസ്ബിയനിസം ആവാം, അത് ഗേയിസം ആവാം, അത് ബൈസെക്ഷുവാലിറ്റി ആവാം, അത് ഹോമോസെക്ഷുവാലിറ്റി ആകാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും തീക്ഷ്ണമായ വികാരങ്ങളിൽ ഒന്നാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു സെക്ഷൽ ഡിസ്ഫോറിയ എന്ന് പറയുന്ന മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ആ തിയറി കൊണ്ട് നടക്കുന്ന, അതിനെ തികച്ചും നോർമലൈസ് ചെയ്ത്, അതിനെ തികച്ചും പ്രകൃതിയുടെ ഒരു വരദാനമായി കണ്ടുകൊണ്ട് അതിനെ താലോലിച്ച് പുന്നാരിച്ച് ആ രൂപത്തിലേക്ക് നമ്മളായി തീരുക എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ചിഹ്നമാണ് റെയിൻബോ എന്ന് പറയുന്നത്, മഴവില്ല് എന്ന് പറയുന്നത്. ഇനി കഷ്ടകാലത്തിന് LKG പഠിക്കുന്ന നമ്മളെ കുട്ടികൾ എങ്ങാനും ബുക്കിൽ റെയിൻബോ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ച് തല്ലാൻ നിൽക്കരുത് കേട്ടോ പ്രിയപ്പെട്ടവരെ. ഇജിഞ്ഞ് മേലാല് മഴവില്ല് വരച്ചാല് അതിനെ തല്ലരുത്. അത് മനസ്സിലാക്കണം, എന്തുകൊണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെയായി, എന്തുകൊണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെയായി. അതാണ് ആദ്യം ഞാൻ പറഞ്ഞു വെച്ചത്. ഒരു പക്ഷേ 10, 15, 20 വർഷങ്ങൾ കൊണ്ട് ഏതാണിനും ഏത് പെണ്ണിനും ഏത് പെണ്ണിനെയും ഏത് രൂപത്തിലും ലഭ്യമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ ലോകം എത്തുമെന്ന് പറഞ്ഞ തിയറി. എന്നാൽ 1960, 70 കാലഘട്ടത്തിൽ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാക്കി മാറ്റി. വെസ്റ്റേൺ കൺട്രീസില്, അമേരിക്ക പോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇത് ഒരു സയൻസ് ആക്കി മാറ്റപ്പെട്ടു. കാരണം കുത്തഴിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു. ആർക്കും ആരെയും എപ്പോഴും എന്ന രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഫാദർലെസ് അമേരിക്ക ഉണ്ടായി. വാപ്പല്ലാത്ത കുട്ടികളുണ്ടായി. വാപ്പല്ലാത്ത കുട്ടികൾ പെരുകിയപ്പോ നാടിൽ ഈ അരാജകത്വം വളർന്നു വന്നപ്പോ അവിടുത്തെ സ്കോളേഴ്സ്, അവിടുത്തെ ഡോക്ടേഴ്സ്, അവിടുത്തെ സയന്റിസ്റ്റുമാർ, അവിടുത്തെ ഫിലോസഫേഴ്സ് എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണം? ലൈംഗികതയെ ശാസ്ത്രീയതയിലൂടെ കാണാൻ തുടങ്ങി. അവിടെ നിയമങ്ങൾ വന്നു തുടങ്ങി. കുടുംബം എന്ന് പറയുന്ന ശക്തമായ ആ ചാനലിലേക്ക്, ആ സംരക്ഷണ വലയത്തിലേക്ക് ആ നാടിപ്പോൾ എത്തിയെങ്കിൽ, നമ്മളിവിടെ നൈറ്റ് ലൈഫാ, നമ്മളിവിടെ രാത്രി ജീവിതാണ് അല്ലെ? പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ കുത്തഴിഞ്ഞ് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടനിൽ പോയാൽ നമുക്ക് 8 മണിക്ക് ശേഷം അവിടെ ലൈറ്റ് ഉണ്ടാവില്ല. 8 മണിക്ക് ശേഷം അവിടെ കടകളൊക്കെ അടയും. ബ്രിട്ടൻ നമ്മളെക്കാൾ 30 വർഷം മുൻപിൽ ജീവിക്കുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യത്ത് പോലെ നൈറ്റ് ലൈഫ് ഒക്കെ അവസാനിച്ചു. കാരണം അതിന്റെ കെടുതികൾ അവർക്കറിയാം. അവിടെ ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ഫ്രം ബെഡ് ആണ്. നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, അവരവരുടെ ജോലികളിലേക്ക് പോവുക.
പക്ഷെ നമ്മൾ ആ 30 വർഷം പിറകിലാ നമ്മളിവിടെ നൈറ്റ് ലൈഫ് തുടങ്ങുക. അവസാനം കരഞ്ഞു വരുന്നതാരാ? ഈ പെൺകുട്ടികളാ അല്ലേ? എന്താ ആൺകുട്ടീൻ്റെ പോലെ നടന്നാൽ എന്താ പ്രശ്നം? എന്താ എൻ്റെ വസ്ത്രം ഇങ്ങനെ ആയാൽ എന്താ പ്രശ്നം? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, മിഠായി പൊതിഞ്ഞു വെക്കുന്ന പോലെയാണ് നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത്. ഒരു പക്ഷേ കുഞ്ഞുനാള് മുതലേ നമ്മൾ മക്കൾക്ക് ഈ ചിട്ട പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ, ധാർമ്മികതയിലേക്ക് അവരെ എത്തിച്ചിട്ടില്ല എങ്കിൽ, ഏത് സാഹചര്യങ്ങളിലേക്ക് എത്തിയാലും എവിടെയെല്ലാം എത്തിയാലും ജീവിത വിജയം കൈവരിക്കാൻ ഒരു പക്ഷേ ലോകത്തിന്റെ ഏത് മൂലയിലും പോയി വിദ്യ അഭ്യസിക്കേണ്ടതുണ്ട്. എവിടെ എത്തിയാലും ഏത് ജീവിത രീതി നയിക്കുന്ന ആളുകളുടെ നടുവിലെത്തിയാലും ഐ ഹാവ് മൈ ഓൺ ഐഡന്റിറ്റി, ഐ ഹാവ് മൈ ഓൺ പേഴ്സണാലിറ്റി. ഞാൻ അതിൽ നിന്നും ഒരിക്കലും വേർതിരികയില്ല. എൻ്റെ പേഴ്സണാലിറ്റിയിൽ നിന്നും, എൻ്റെ വ്യക്തിത്വത്തിൽ നിന്നും, ഞാൻ പഠിച്ച ധാർമ്മികതയിൽ നിന്നും, ഞാൻ പഠിച്ച ആദർശത്തിൽ നിന്നും, എൻ്റെ ഐഡന്റിറ്റിയിൽ നിന്നും ഞാൻ വ്യതിചലിക്കുകയില്ല എന്ന ദൃഢമായ സോൾഫുള്ളായ വിശ്വാസമാണ് മക്കൾക്ക് ഹൃദയത്തിനുള്ളിൽ നാം ഇട്ടുകൊടുക്കേണ്ടത്. അതിന് ചെറുപ്പകാലം നമ്മുടെ കൂടെയാണ് മക്കളുള്ളത്. അത് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നാം ചെയ്തു വെക്കേണ്ട പുണ്യകർമ്മമാണ് പ്രിയപ്പെട്ടവരെ. അത് ബന്ധങ്ങളിൽ നിന്നും തുടങ്ങുക. അതുകൊണ്ട് ശാരീരികമായ ബന്ധം, ശാരീരികമായ അടുപ്പം അത് വീട്ടിലുണ്ടാവണം. മക്കളെ പുന്നാരിക്കേണ്ട സമയത്ത് പുന്നാരിക്കണം. നിങ്ങൾ എന്നെ ചിന്തിക്കുക, കുട്ടികൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഒരുപക്ഷെ 2 വയസ്സ് വരെ, ഒരുപക്ഷെ 5 വയസ്സായപ്പോൾ നിർത്തിയിട്ടുണ്ടാവും. നിർത്തരുത്. നമ്മളെ കുട്ടികൾ എത്ര വലുതായാലും നമുക്ക് നമ്മുടെ മക്കളാ. എസ്പെഷ്യലി കൗമാരപ്രായം തുടങ്ങിയ കുട്ടികൾക്ക് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള മക്കളെ നമ്മൾ ശരീരം കൊണ്ട് ചേർത്ത് പിടിക്കണം, എപ്പോഴും കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം, തഴുകി തലോടണം അവരെ. അതിന് മടിച്ചു നിൽക്കരുത്. അതിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. വീട്ടിൽ നിന്നും ലഭിക്കുന്ന ആ സ്നേഹം, ആ കുളിർമ അത് അനുഭവിച്ചവരാണ് എങ്കിൽ പുറത്തവർ എന്ത് തെറ്റിലേക്ക് പോയാലും ഈ മാതാപിതാക്കളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരും. കുറ്റബോധം കൊണ്ട് അവർ മടങ്ങി വരും. ഉമ്മയോടും ഉപ്പയോടും കരഞ്ഞു പറയും. ആ തെറ്റ് തിരുത്താൻ, ചേർത്ത് പിടിക്കാൻ ഉതകുന്ന രൂപത്തിൽ എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ടെന്ന ബോധ്യമുണ്ടാക്കി കൊടുക്കണം. അതിന് വീട്ടിൽ ക്വാളിറ്റി ടൈം ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ ശാരീരിക അടുപ്പം കഴിഞ്ഞാൽ മാനസികം അടുപ്പം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയം, എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയം. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് ഭർത്താവ് മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞ ഒരു സ്ത്രീയെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരിക. 3 വർഷമായി ഭർത്താവ് മരിച്ചിട്ട്. പക്ഷേ ആ കുറ്റബോധം, ആ ദുഃഖം അവർക്ക് മാറുന്നില്ല. എന്തുകൊണ്ടാണ്? ദുഃഖത്തിനപ്പുറത്തേക്ക് കുറ്റബോധം എന്ന ചോദ്യത്തിന്റെ ഉത്തരം. അവർ തമ്മിൽ നല്ല രൂപത്തിലൊന്നും അല്ല, അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില അസ്വാരസ്യങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇവർ പതിവ് ഇങ്ങനെയാ, രണ്ടുപേരും 2 മുറിയിൽ പോയി കിടക്കും. ഭാര്യ ഒരു റൂമിലും ഭർത്താവ് വേറെ റൂമിലും പോയിട്ട് കിടക്കും. അതവർക്ക് ശീല. പതിവ് പോലെ അവർക്കിടയിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഭാര്യ ഉടൻ എന്ത് ചെയ്തു? വേറെ റൂമിൽ പോയി കിടന്നു. 7:30 മണിയായപ്പോൾ മോള് വിളിച്ചു. 3 പെൺകുട്ടികളാ. മോള് കെട്ടിച്ച വീട്ടിൽ നിന്ന് വിളിക്കുക, അല്ലമ്മ ഉപ്പ എവിടെ? ഉപ്പ എഴുന്നേറ്റിട്ടില്ല. ഉമ്മാന്റെ മറുപടി, ഉപ്പ എഴുന്നേറ്റിട്ടില്ല, എന്നോട് തെറ്റി കടന്നതല്ലേ, ഞാനൊട്ട് വിളിക്കാനും പോയിട്ടില്ല, എനിക്കും ഉണ്ടാവില്ലേ കുറച്ച് കുറുമ്പൊക്കെ, എനിക്കും ഉണ്ടാവില്ലേ കുറച്ച് വാശിയൊക്കെ എന്ന് ഉമ്മ. മോള് പറയാണ്, ഉമ്മ ഒന്ന് പോയി നോക്കി, ഉപ്പാനെ ഒന്ന് ചെന്ന് വിളിക്കി. മോളുടെ നിർബന്ധത്തിന് വഴങ്ങി ഉമ്മ ചെല്ലാണ് മോളുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ചുരുണ്ടുകൂടി കിടക്കുക വാപ്പ. പുറത്തുനിന്നിട്ട് വിളിച്ചു നോക്കി, തൊടാനൊരു മടി, പിണക്കാണല്ലോ, തൊടാൻ പറ്റൂലല്ലോ. വാപ്പാന്റെ പേര് വിളിച്ചു, കേൾക്കണില്ല. 3-4 തവണ വിളിച്ചതിന് ശേഷം ഒന്ന് തള്ളി നോക്കി, മെല്ലൊന്ന് തോണ്ടി നോക്കി, അറിയുന്നില്ല. ഒന്ന് തള്ളി നോക്കി, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടൊന്ന് ഉന്തി നോക്കി, അറിയണില്ല. അവസാനം മൂപ്പിരൊന്ന് നേരെ കിടത്തി നോക്കി. ആ ചുരുളിച്ച പോലും മാറ്റാതെ പാതി അടഞ്ഞ കണ്ണുകളും പാതി തുറന്നു വെച്ച വായയുമായി ഉറങ്ങാണ് മൂപ്പര്. ഇനി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് മരണപ്പെട്ടിട്ടുണ്ട്. എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പേ മൂപ്പര് മരണപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എവിടെ ചെന്ന് തീർക്കും? എത്ര കരഞ്ഞാലാണ് ആ കുറ്റബോധം, ആ ദുഃഖം അവർക്ക് തീരുക? ഈ 3 വർഷമായിട്ടും അവരതിൻ്റെ ദുഃഖത്തില, അവരതിൻ്റെ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മക്കൾ 3 പേർക്കും ഉമ്മയോട് താല്പര്യമില്ല. മക്കൾ 3 പേരും ഉമ്മയോട് അതിൻ്റെ അതൃപ്തി കാണിക്കുന്നുണ്ട്. അതിൻ്റെ പരാതി ഇപ്പോഴും വാക്കുകൾ കൊണ്ടും പറഞ്ഞും പറയാതെയും അവർ ഉമ്മയോട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ ചികിത്സയിലാണ്. ആലോചിച്ചു, അതേ ക്ലിനിക്കിൽ തന്നെ ഒരിക്കലൊരു ഇത്ത വന്നു. ആ ഇത്ത സ്ഥിരമായിട്ട് വരുന്ന ആളാ. വരുമ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരും. അന്നും അവരുടെ ബാഗിൽ എന്തോ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. എത്ര തപ്പിയിട്ടും സമ്മാനം കിട്ടണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ ബാഗിലെ സാധനങ്ങളൊക്കെ പുറത്ത് കിട്ടാളെ, എൻ്റെ ടേബിൾമക്ക്
ഇട്ടിട്ട് തപ്പിക്കോളി എന്ന് പറഞ്ഞാൽ വേഗം കിട്ടുമല്ലോ, ഇത് കുറേ സമയം പോവല്ലേ. അങ്ങനെ ബാഗ് ഒന്നായിട്ട് നമ്മൾ ടേബിളിലേക്ക് ചെരിഞ്ഞ് ആ ബാഗിൽ നിന്ന് സാധനങ്ങൾ തപ്പുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഷർട്ട് ഉണ്ട്. അപ്പൊ ഷർട്ട് ഇങ്ങനെ കയ്യിൽ അവർ ഷർട്ട് മാറ്റി വെച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ ഷർട്ട്, നിങ്ങൾ പുയ്യാപ്പിളുടെ ഷർട്ടാണോ, അത് അങ്ങാടേക്ക് കൊണ്ടുപോകണോ എന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അതെ എൻ്റെ പുയ്യാപ്പിളുടെ ഷർട്ടാണ്, അത് നന്നാക്കാൻ കൊണ്ടുപോകുന്നല്ല. എൻ്റെ പുയ്യാപ്പിള മരിച്ചിട്ട് 8 വർഷമായി. മൂപ്പര് മരിച്ചിട്ട് 8 വർഷങ്ങളായി. മരിക്കുന്ന വേളയിൽ മരിക്കുന്ന സമയത്ത് അദ്ദേഹം അണിഞ്ഞിരുന്ന ഷർട്ടാണിത്, അദ്ദേഹം ഇട്ടിരുന്ന ഷർട്ടാണിത്. ഇതിന് അദ്ദേഹത്തിന്റെ മണുണ്ട്, മൂപ്പരെ മണുണ്ട് ഇതിനിപ്പോഴും. ഞാൻ എപ്പോഴും പോകുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടു നടക്കും. ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോഴും ഈ ബാഗിൽ ഈ ഷർട്ട് ഉണ്ടാവും. എനിക്ക് 4 മക്കളാ, 4 മക്കളും 4 രാജ്യത്താ. ഈ 4 രാജ്യങ്ങളിലേക്കും ഓരോ മാസം ഓരോ രാജ്യങ്ങളിലാണ് ഞാൻ ഉണ്ടാവുക. ഈ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ ഈ ഷർട്ട് ഉണ്ടാവും. എനിക്ക് ഉറങ്ങണമെങ്കിൽ ഈ ഷർട്ട് മണക്കണം. രാവിലെ ഉണർന്ന് നല്ല രീതിയിൽ എനിക്ക് ജോലികളിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഈ ഷർട്ട് മണക്കണം. എനിക്ക് എപ്പോഴും എൻ്റെ ജീവനേക്കാൾ അടുത്ത് എൻ്റെ ഈ ഷർട്ട് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അതേ ക്ലിനിക്ക് അന്ന് സന്തോഷം കൊണ്ട് ചിരിക്കുകയായിരുന്നു. അന്ന് എൻ്റെ ജീവിതം ധന്യമാക്കിയ ദിവസമായിരുന്നു ആ ഒരൊറ്റ അനുഭവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് മാനസിക അടുപ്പം എന്ന് പറയുന്നത്. ഈ ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും പ്രയാസങ്ങളും മാത്രമല്ല കേൾക്കുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളും നമുക്ക് മുൻപിലുണ്ട്. എങ്ങനെയാണ് അവരുടെ മക്കൾ മനോഹരമാവാതിരിക്കുക, എങ്ങനെയാണ് അവരുടെ മക്കൾ തെറ്റിലേക്ക് വീഴുക, ഈ രൂപത്തിലുള്ള ബന്ധമാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇനി ആത്മീയ ബന്ധം എന്ന് പറയുന്നത് ഇതേപോലെ വഴക്കും പ്രശ്നങ്ങളുമായി വരുന്ന ദമ്പതികളിൽ നിന്നും ഒരിക്കലൊരു വല്യമ്മാനും വല്ലിപ്പാനും കൊണ്ടുവരിക. പേരക്കുട്ടികളാ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, 78 വയസ്സായിട്ടുണ്ട് വല്ലിപ്പാക്ക്, വല്യമ്മാക്ക് 68 വയസ്സും. ഞാൻ ആദ്യം തലയിലൊന്ന് കൈവച്ച് എൻ്റെ അടുത്തേക്ക് എന്തിനാ തമ്പുരാനെ ഈ വല്യമ്മാനും വല്ലിപ്പാനും കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്, ഇവർക്ക് ഇത് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുകയെന്ന്. എന്താ ഒരു പ്രശ്നം എന്നറിയോ? വാപ്പാക്ക് ഫാന് വേണം, വല്യമ്മക്ക് ഫാന് വേണ്ട. വാപ്പാക്ക് ഉറങ്ങണമെങ്കിൽ ഫാന് വേണം, ഉമ്മാക്ക് ഉറങ്ങണമെങ്കിൽ ഫാന് വേണ്ട. എന്താ ചെയ്യുക? മക്കളെടുത്ത് സൊല്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ, എളുപ്പമാണ്. മക്കൾ പറഞ്ഞു കൊടുത്തു, അല്ലപ്പാ നിങ്ങൾ ആ റൂമിൽ കിടന്നോളി, ഉമ്മ ഈ റൂമിൽ കിടന്നോട്ടെ, നിങ്ങൾ AC ഇട്ട് കിടന്നോളി, ഉമ്മ ഫാനും AC ഒന്നും ഇല്ലാണ്ട് കിടന്നോട്ടെ. പക്ഷേ ഉമ്മയും വാപ്പയാണെങ്കിൽ റൂം മാറി കിടക്കൂല. അപ്പൊ പേരക്കുട്ടികൾ ഇടപെട്ടു. പേരക്കുട്ടികൾ എന്ത് പറഞ്ഞു? ആയിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം, വാപ്പ ഒരു കട്ടിൽമേലും ഉമ്മ ഒരു കട്ടിൽമേലും കിടക്കട്ടെ, 2 കട്ടിലിടാ. ഒരു കട്ടിൽ അങ്ങോട്ടും തിരിച്ചേക്കാം, ഒരു കട്ടിൽ ഈ മൂലയിലും തിരിച്ചേക്കാം. ഫാൻ നമുക്ക് വാപ്പാന്റെ നേർക്ക് തിരിച്ചേക്കാം, ഉമ്മ ഫാൻ ഇല്ലാണ്ട് കിടന്നോട്ടെ. സൊല്യൂഷൻ ആയില്ലേ? പക്ഷെ ഉമ്മയും വാപ്പയാണെങ്കിൽ കട്ടിലും മാറി കിടക്കൂല. 2 ആൾക്കും ഒരു കട്ടിൽ തന്നെ കിടക്കും വേണം. അപ്പൊ പിന്നെ ചെറിയ പേരക്കുട്ടി ഇടപെട്ട്, കൂട്ടത്തിൽ ഏറ്റവും ചെറുത്, അവള് PGയും B.Ed ഒക്കെ കഴിഞ്ഞ ആളാ. ഓള് വന്നിട്ട് പറഞ്ഞു, എന്നായിക്കോട്ടെ, ഒരു കട്ടിൽ മതി, ഒരു ബെഡ് മതി, 2 ആൾക്കൊന്ന് നീങ്ങി കിടക്കാൻ പറ്റുമോ? വാപ്പ ജനലിന്റെ സൈഡിലേക്ക് നീങ്ങിക്കോട്ടെ, ഉമ്മ ഈ വക്കത്തേക്കും നീങ്ങിക്കോട്ടെ. ഫാൻ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡിങ് ഫാൻ എടുക്കാം. പെഡൽ ഫാൻ എടുത്തിട്ട് ഉപ്പാന്റെ സൈഡിലേക്ക് തിരിച്ചു വെക്കാം. നടക്കുവോ? ഉമ്മയും വാപ്പയാണെങ്കിൽ നീങ്ങിയും കിടക്കൂല. ഉമ്മയും വാപ്പയല്ലേ, വല്യമ്മയും വല്യപ്പയാണെങ്കിൽ നീങ്ങിയും കിടക്കൂല. ഓർക്ക് ഒട്ടി തന്നെ കിടക്കണം, ഓർക്ക് മുട്ടി തന്നെ കിടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്നേഹം അതാണ് ഇയാളെ. ശരീരത്തിനോടുള്ള അടുപ്പല്ല അത്, മനസ്സിനോടുള്ള അടുപ്പം മാത്രമല്ല അത്, ആത്മാവിനോടുള്ള അടുപ്പമാണ്. ആത്മാവിനോടുള്ള അടുപ്പമാണ്. അവരുടെ ആത്മാക്കൾ പോലും പരസ്പരം അടുത്തിട്ടുള്ളത്. അതാണ് സ്നേഹം. അങ്ങനെയാവണം സ്നേഹം. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു, തമ്പുരാനെ ദിവസം ഒരു തവണയെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു സന്തോഷ അല്ലേ. ഞാൻ അന്ന് വിചാരിച്ചു എൻ്റെ ഓരോ ക്ലാസ്സിൽ എനിക്കിത് പോയി പറയണം. കാരണം ഭക്ഷണം പോലും വായിലേക്ക് വെച്ചു കൊടുക്കാൻ നമുക്ക് മടിയാണെങ്കിൽ, പ്രിയപ്പെട്ടോരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാരി കൊടുത്തോളി ഇന്ന് മുതൽ. മൂപ്പര് ഇരിക്കുമ്പോ തന്നെ ആദ്യത്തെ ഉരുള നമ്മൾ വാരി മൂപ്പരെ വായിലേക്ക് വെച്ചു കൊടുക്കുക. എന്തേ അയ്യെല്ലാരും. ഇതാണ് പ്രശ്നം. നമുക്കിത് ആലോചിക്കുമ്പോ, മൂപ്പർക്ക് വാരി കൊടുക്കണത് ആലോചിക്കുമ്പോ, അല്ലെങ്കിൽ മൂപ്പർ ഉമ്മക്ക് വാരി തരുന്നത് ആലോചിക്കുമ്പോ പക്ഷേ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ എന്താ സ്നേഹല്ലേ. അതെന്തേ പൊരയിൽ ഇംപ്ലിമെന്റ് ചെയ്തൂടെ? ക്വാളിറ്റി ടൈം വീട്ടിൽ ഉണ്ടാക്കിക്കൂടെ? വിത്തൗട്ട് സ്ക്രീനുകൾ ഒന്നുമില്ലാതെ മൊബൈൽ ഫോണും ഗാഡ്ജറ്റ്സും സ്ക്രീനുകളും മുഴുവനായും സ്വിച്ച് ഓഫ് ആക്കി വെച്ച് സൈലന്റ് ആക്കിയിട്ട് കാര്യമില്ല. അതിന്റെ കിറുന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളെ ശ്രദ്ധ അതിലിരിക്കും ഇല്ലേ? നോട്ടിഫിക്കേഷൻസ് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ മുഴുവൻ അവിടെ ഇരിക്കും. ഇത് മുഴുവൻ കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട്
ഉമ്മയും ഉപ്പയും വല്യമ്മയും വല്യപ്പയൊക്കെ അടങ്ങുന്ന മനോഹരമായ നിമിഷങ്ങൾ. അവിടെ കുട്ടികൾക്ക് കുറേ പറയാനുണ്ട്, ഉമ്മയ്ക്ക് കുറേ പറയാനുണ്ട്, വാപ്പയ്ക്ക് കുറേ പറയാനുണ്ട്, വല്യമ്മാക്കും വല്യപ്പാക്കും കുറേ പറയാനുണ്ട്. ഈ പരസ്പരം പറച്ചിലുകൾ കേട്ടുകൊണ്ട് അവസാനം വരെ അവരെ കേട്ടുകൊണ്ട് പരസ്പരം സംസാരിച്ചുകൊണ്ട് ഉള്ളിലുള്ള വിങ്ങലുകൾ അത് സ്നേഹം കൊണ്ട് മൂടുക, അവിടെ തണലായി മാറുക. നമുക്കറിയാം, നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ഏത് വിധേനയാണോ നമ്മൾ സംരക്ഷിക്കുന്നത്, അതുപോലെ നമ്മളെ കുട്ടികൾ നമ്മളെയും സംരക്ഷിക്കും. അതുപോലെ നമ്മുടെ മക്കൾ നമ്മളെയും കാക്കും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വല്ലിപ്പ മരിച്ചു, വാപ്പ മരിച്ചു, പാപ്പാന്റെ മയ്യത്ത് ഖബറടക്കിയിട്ട് മോൻ വരിക. വാപ്പ കിടന്ന കട്ടിലിന്റെ സൈഡില് വാപ്പാനെ കെട്ടിയിട്ട ചങ്ങലയുണ്ട്. പ്രായാധിക്യം കാരണം മനസ്സിന്, ശരീരത്തിന് മാത്രമല്ല ഡീജനറേഷൻ സംഭവിക്കുക, മനസ്സിനും ഡീജനറേഷൻ സംഭവിക്കും. അത് കാരണം ഒരു പക്ഷെ ഇറങ്ങി ഓടിയേക്കാം. ഇറങ്ങി പോവാതിരിക്കാൻ ചങ്ങല കൊണ്ട് വാപ്പാനെ കട്ടിലിന്റെ കാലിൽ കെട്ടിയിടുമായിരുന്നു മകൻ. വാപ്പ മരിച്ചു, വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ ചങ്ങല ഊരി കളയാൻ ഒരുങ്ങുമ്പോ പേരക്കുട്ടി വാപ്പാനോട് പറയുന്നുണ്ട്, ഉപ്പ ചങ്ങല എടുത്ത് കളയണ്ടാട്ടോ, നിങ്ങൾക്ക് വയസ്സാവുമ്പോ, നിങ്ങൾക്ക് പ്രായമാവുമ്പോ നിങ്ങളെ കെട്ടിയിടാനും ഞങ്ങൾക്ക് ആ ചങ്ങല ഉപയോഗിക്കാമെന്ന്. കാലം തന്നെയാണ് സത്യം, അത് പുൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് എവിടെയൊക്കെ എത്തിയാലും, ഏത് രാജ്യത്തിന്റെ വിജയം തേടി മക്കൾ പറന്നാലും, ആ പട്ടത്തിന്റെ ഒരറ്റം, ആ നൂലിന്റെ അറ്റം നമ്മുടെ കൈകളിൽ ഭദ്രമാവേണ്ടതുണ്ട്. അതിന് സ്നേഹമൊഴുകുന്ന വീടായി മാറേണ്ടതുണ്ട്. അവിടെ ശാരീരിക അടുപ്പവും മാനസിക അടുപ്പവും ആത്മീയ അടുപ്പവും പരസ്പരം ബന്ധങ്ങൾക്കുള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എൻ്റെ ഉമ്മയും വാപ്പാന്റെ ഉമ്മയും തമ്മിൽ എത്രത്തോളം സ്നേഹത്തിലാണ് ജീവിക്കുന്നതെന്ന് മക്കൾ കാണണം. ഒരു മരുമകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കഥയുണ്ട്. അമ്മായിമ്മ ബെഡ് റിഡണാ, ഒട്ടും വയ്യാതെ കിടക്കുകയാണ് അമ്മായിമ്മ. മലമൂത്ര വിസർജനം പോലും അമ്മായിമ്മക്ക് അറിയില്ല. ആ വിസർജ്യ വസ്തുക്കള് കയ്യിലെടുത്തുകൊണ്ട് മരുമകളുടെ മുഖത്തേക്ക് വലിച്ചെറിയുമായിരുന്നു. പക്ഷേ ഒരറപ്പോ വെറുപ്പോ കൂടാതെ 4 പെൺകുട്ടികൾ ഉണ്ടായിട്ടും ഈ മരുമകളാണ് ഈ ഉമ്മാനെ സംരക്ഷിക്കുന്നത്. ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്, ഡോക്ടറെ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയല്ലേ എന്നെ എൻ്റെ ഉമ്മ സംരക്ഷിച്ചതുപോലെ എൻ്റെ ഭർത്താവിനെ അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ കാരുണ്യം കൊണ്ട് ചിറക് വീശി അവരെ സംരക്ഷിച്ചതാണ്. തൻ്റെ മാക്സിയിലും വസ്ത്രത്തിലും മലമൂത്ര വിസർജനം നടത്തുന്ന കുഞ്ഞുങ്ങളെ അറപ്പോടും വെറുപ്പോടും ശാപവാക്കുകളോടും നമ്മൾ നോക്കാറില്ല. വയസ്സായി കഴിയുമ്പോൾ ഒരുപക്ഷെ പ്രായാധിക്യം കാരണം നമ്മളും ആ അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അന്ന് അറപ്പും വെറുപ്പും കൂടാതെ മക്കൾ നമ്മളെയും സംരക്ഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, അതാവണം മക്കൾക്ക് നൽകുന്ന പാഠം. 6ഉം 60ഉം ഒരുപോലെയാണ്. 6 വയസ്സ് പോലെ ഒരുപക്ഷെ 60 വയസ്സായ വല്യമ്മയും പ്രവർത്തിച്ചേക്കാം, പെരുമാറിയേക്കാം. ചേ എന്നൊരു വാക്ക് പോലും പറയരുതെന്ന് പറയുമ്പോ, ചേ എന്ന വാക്ക് പറയരുതെന്ന് പറയണതൊന്നും മക്കളോട് മാത്രമല്ല, മരുമക്കളോട് കൂടിയിട്ടാ. മരുമക്കളോടും കൂടിയാണ് പറയുന്നത്. ചേ എന്നൊരു വാക്ക് പോലും പറയരുത്, നമ്മുടെ സ്വർഗം ആ കാൽച്ചുവടിലാണ്. അതെങ്ങനത്തെ ഉമ്മ എന്ന് പറഞ്ഞിട്ടില്ല. ചേ എന്ന് പറയാതിരിക്കേണ്ടത് എങ്ങനത്തെ ഉമ്മയോട്, എങ്ങനത്തെ ഉപ്പയോട് എന്ന് പറഞ്ഞിട്ടില്ല. ഉമ്മ എങ്ങനെയും ആയിക്കോട്ടെ, ഏത് സ്വഭാവക്കാരുമായിക്കോട്ടെ, ഉമ്മയാണോ ഉപ്പയാണോ ചേ എന്ന് പറയരുത്. ബാധ്യതയാണ്. ക്ഷമയോടെ സഹനശീലത്തോടെ സംരക്ഷിക്കുക. നമ്മളുടെ അരികിൽ നിന്നും നല്ല രീതിയിൽ മരണപ്പെട്ടു പോയ സ്വർഗമാണ്. ആ വിശ്വാസത്തിലേക്ക് എത്തുക, അത് പ്രാവർത്തികമാക്കുക. ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് പരാതി പറഞ്ഞത് എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞു അന്ന് മുതൽ ഭർത്താവിൻ്റെ കൂടെ സംസാരിച്ചിരിക്കാനോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ, ഒരുമിച്ച് യാത്ര പോവാനോ അമ്മായിമ്മ സമ്മതിക്കൂല. അമ്മായിമ്മക്ക് ഇഷ്ടമില്ല. ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോഴത്തേന് ഉമ്മ വന്ന് നോക്കിക്കും. അവര് റൂമിൽ കയറി കഴിയുമ്പോഴത്തേന് ഉമ്മ വാതിൽ മുട്ടും, എൻ്റെ മനെ കാല് വേദനായിട്ട് വയ്യ, മോൻ പോയി കാല് ഒഴിഞ്ഞൊടുക്കണം. ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ള അവസരങ്ങളില്ല, ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങളില്ല. ഉമ്മയുടെ ഉള്ളിലെ പേടിയാണ്, ഭയമാണ്. എൻ്റെ കുട്ടി ഇത്രകാലം ഞാൻ സ്നേഹിച്ച എൻ്റെ കുട്ടീൻ്റെ സ്നേഹം പങ്കുവെച്ച് പോവോന്ന്, ഓള് മുഴുവനായിട്ട് വാരിക്കോരി എടുക്കോന്ന്. ഞാനും 3 ആൺകുട്ടികൾ ഉമ്മയാട്ടോ. നാളെ ജീവനോടെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ കുട്ടികൾ 3 മരുമക്കളെ കൊണ്ടുവരും. ഞാൻ നൗഷാദ് ഖാനോട് പറഞ്ഞിട്ടുണ്ട്, എന്നാണോ അവരെ പ്രസവിച്ച് വലുതാക്കിയ ഉമ്മയുടെ സ്നേഹം എനിക്ക് നൽകാൻ കഴിയാതെ ഇരിക്കുന്നത് വന്നു കയറുന്ന പെൺകുട്ടികൾക്ക്, അന്ന് എന്നെ പോരെ നിങ്ങൾ മാറ്റണം കേട്ടോ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ അമ്മായിമാരുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഉണ്ടിട്ടാ, ഞാൻ ദിവസവും 2-3 കേസ് മിനിമം ഇതുപോലെ കാണാറുണ്ട്. എന്നിട്ട് ഈ മാപ്പിളയും പെണ്ണുങ്ങളും എന്താ ചെയ്തതെന്ന് അറിയോ നിങ്ങൾക്ക്? ഓർക്ക് മുണ്ടണ്ടേ, ഓർക്ക് വല്ലതൊക്കെ പറയണ്ടേ,
ഇവരെന്ത് ചെയ്തു? മോക്ക് ഈ മരുമകൾക്കും ഒരു ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ടാക്കുക. എന്നിട്ട് അമ്മായിമ്മക്ക് കാണിച്ചു കൊടുത്തു, ഉമ്മ ഓക്ക് ജോലി കിട്ടിയിരിക്കണം കേട്ടോ, നമുക്ക് തന്നെയല്ല മെച്ചം, 10 റുപ്യ ഓളും ഉണ്ടാക്കിക്കോട്ടെ, 10 റുപ്യ ഓളും ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെ രാവിലെ ഓൻ ഇറങ്ങുമ്പോ ഓളും ചോറ്റും പാത്രത്തിൽ ചോറൊക്കെ ആക്കി ഇറങ്ങും കേട്ടോ. എന്നിട്ട് അവന്റെ ഓഫീസിന്റെ അടുത്ത് പോയിട്ട് അവള് കാത്തിരിക്കും ഓഫീസ് ടൈം കഴിയണത് വരെ. ഓഫീസിന് ലെഷർ ടൈം കിട്ടുമ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമ്പോൾ രണ്ടാളും തൊട്ടപ്പുറത്തെ പാർക്കിൽ പോയിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കും. വൈകുന്നേരം വരെ പറ്റുന്ന സമയത്തൊക്കെ അവളും അവനും തമ്മിൽ ഒരുമിച്ച് സംസാരിച്ചിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ദുരിതമാണില്ലേ ആ അവസ്ഥ. അമ്മായിമ്മ പരസ്പരം സംസാരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഈ രൂപത്തിൽ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ഗതി. നമ്മൾ ആലോചിക്കണം, നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ മക്കളുടെ ജീവിതമാണ്. അവർ പരസ്പരം സംസാരിക്കേണ്ടതുണ്ട്, ഒരുമിച്ച് സമയം ചിലവഴിക്കേണ്ടതുണ്ട്. എന്നുവെച്ചിട്ട് നമ്മളോടുള്ള സ്നേഹത്തിൽ നിന്ന് വാരി കോരിയിട്ട് അല്ല എണ്ണയാളെ നമ്മളെ മരുക്കൊക്കെ കൊടുക്കണത്. സ്നേഹത്തിന് അളവുണ്ടോ? ഉണ്ടോ? ഞാൻ ഔഷാദിക്കൊക്കെ കൊടുത്താ എൻ്റെ അമ്മായിമ്മക്കോ അല്ലെങ്കിൽ ഉമ്മാക്കോ കൊടുക്കുന്ന സ്നേഹം കുറയണുണ്ടോ? ഇല്ല. ഇതിന് അളവില്ലേ പ്രിയപ്പെട്ടവരെ? സ്നേഹത്തിന് അളവില്ല. ഒരാൾക്ക് കൊടുത്താൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കുറയുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, എൻ്റെ മകനും മരുമകളും സ്നേഹിക്കട്ടെ, അവരൊരുമിച്ചിരിക്കട്ടെ എന്ന് വെച്ച് എന്നോടുള്ള സ്നേഹം കുറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഓന്റെ സ്വർഗം ഞാൻ തന്നെയാ, അല്ലേ? ഓന്റെ സ്വർഗം അത് ഞാൻ തന്നെയാണ്. എന്നോടുള്ള ബാധ്യതകളെല്ലാം നിറവേറ്റിക്കൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ഭാര്യയെയും എന്നെ വിശ്വസിച്ച് നമ്മളിൽ വിശ്വാസമേൽപ്പിച്ചുകൊണ്ട് കയറി വന്ന പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളും സമാധാനമടയട്ടെ. പ്രസവിച്ച് പോറ്റിയ പെൺകുട്ടിയോട് നമുക്കുള്ളൊരു സ്നേഹമുണ്ടല്ലേ, അത് പ്രസവിക്കാതെ പോറ്റുന്ന വന്നു കയറിയ മരുമകളോടും കാണിക്കുവാനുള്ള ഹൃദയ വിശാലതയിലേക്ക് ഓരോ അമ്മായിമ്മയും എത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ദുരിതാണ്. നമ്മളെ ഒട്ടുമിക്ക എൻ്റെ മുൻപിൽ വരുന്ന ഭാര്യ ഭർത്തൃ ബന്ധങ്ങളില് ഒന്നും തോന്നരുത് കേട്ടോ, അവിടെ അമ്മായിമാരൊക്കെ ഉണ്ടാവും. അതാ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഞാനും നാളെ അമ്മായിമാവാനുള്ള ആളാണ്. എനിക്ക് 3 ആൺകുട്ടികളോ പെൺകുട്ടികളില്ല. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ എൻ്റെ പെറ്റുമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന, അത്രയേറെ ആഴത്തിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരു അമ്മായിമ്മയുടെ സ്നേഹം അനുഭവിച്ചു കൊണ്ടുകൂടിയാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്, എൻ്റെ പിറകില് വളരെയേറെ ശക്തി എനിക്ക് നൽകുന്ന ഒരു കുടുംബമുണ്ട്. വളരെ സ്നേഹനിധിയായ ഇണയും മക്കളും അവരുടെ പാരൻസും എൻ്റെ സ്വന്തം ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട്. ആ അമ്മായിമ്മയുടെ സ്നേഹം അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളുടെ കണ്ണിലെ കരടാവരുത്, കരളായി മാറാൻ ശ്രമിക്കുക. 90% ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ ഉമ്മമാരാണ് എന്ന് പറയാതെ വയ്യ. എൻ്റെ അനുഭവം അങ്ങനെയാണ്, ക്ലിനിക്കിലെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഒരിക്കല് സ്ഥിരമായി കൗൺസിലിങ്ങിന് വരിയിരുന്ന ഒരു ഭാര്യയും ഭർത്താവും സ്ഥിരമായിട്ട് വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അതൊരു അരോചകമായി മാറിയിട്ടുണ്ടായിരുന്നു. ഇവരെ കണ്ട് ഇവരെ പ്രശ്നങ്ങൾ കേട്ട് മടുത്തിരുന്നു. കുറച്ച് കാലം ഇവർ വന്നില്ല. ഒരു 3-4 മാസം അവർ വന്നില്ല. 6-ാം മാസം തോന്നുന്നു അവർ വന്ന്. 6-ാമത്തെ മാസം അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സമാധാനിക്കായിരുന്നു, കഴിഞ്ഞ 6 മാസങ്ങൾ വന്നില്ലല്ലോ, എന്തേ പറ്റിയെന്ന് വെച്ചപ്പോൾ ഒരിക്കൽ നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു ഉത്തരം അവർ പറഞ്ഞത്. അവർ പറയാ, ഡോക്ടറെ ഉമ്മ മരിച്ചു എന്ന്. ഡോക്ടറെ ഉമ്മ മരിച്ചു, അതോടെ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു വേള പെറ്റ് പോറ്റിയ മക്കള് അറിയാതെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പഠിച്ചോനെ ഈ ഉമ്മയൊന്ന് വേഗം പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പാടുണ്ടോ? എൻ്റെ മക്കൾ ആഗ്രഹിക്കാണ്, ഉമ്മ കാരണം എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടല്ലോ എന്ന്. പാടില്ല. കാരണം നിങ്ങളാണ് ആ മകന്റെ സ്വർഗം, ആ മരുമകളുടെ സ്വർഗം നിങ്ങളാണെന്ന് ഓർക്കുക. അൽഖമ എന്ന് പറയുന്ന സഹാബി ഏറെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചിട്ടും സ്വർഗം ലഭിക്കാത്ത, അല്ലെങ്കിൽ കലിമ ചൊല്ലി മരിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. പ്രവാചകർ വന്ന് ചോദിക്കുകയാണ്, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മയെ കൊണ്ടുവന്നു. ഉമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ എങ്ങനെയാണ്? നല്ല കുട്ടിയാണ്, ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന മകനാണ്. പക്ഷേ പലപ്പോഴും അവന്റെ വാക്കുകൾ എന്നെ സങ്കടപ്പെടുത്താറുണ്ട്, അവന്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് എന്നെ കളിയാക്കാറുണ്ട്. ഉടനെ പ്രവാചകർ പറഞ്ഞതെങ്കിൽ അൽഖമ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലാണ്. ഉമ്മ കരഞ്ഞു പറയാ, അല്ലയോ പ്രവാചകർ, എൻ്റെ കുട്ടിയെ ശപിക്കരുത്, എങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പുറത്തു കൊടുക്കുകയും കലിമ ചൊല്ലി മരണപ്പെടുകയും സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളെ കുട്ടികളെ സ്വർഗം നമ്മളാ. അവരെ നരകത്തിലേക്ക് ആഴ്ത്തരുത്, അവർ സ്നേഹിക്കട്ടെ.
അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. അവരെ കളവ് ചെയ്യുവാനും തെറ്റുകൾ ചെയ്യുവാനും പ്രേരിപ്പിക്കരുത്. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഞാൻ കാരണക്കാരിയാവരുതെന്ന ദൃഢവിശ്വാസം നമുക്ക് ഉണ്ടാവണം. തഹജ്ജുദ് നിസ്കരിക്കാൻ 3 മണിക്ക് എണീക്കും, 7 മണി വരെ നിസ്കാരപ്പായയില്ല, തസ്ബീമാല കയ്യിലുണ്ടാവും. ദിക്റും സ്വലാത്തുകളുമായി ഇരിക്കുന്ന 4-5 മണിക്കൂർ അള്ളാന്റെ മുമ്പിൽ ദിക്റും സ്വലാത്തുമായി സമയം ചെലവഴിക്കുന്ന ആ ഉമ്മ 7 മണിയാവുമ്പോൾ അടുക്കളയിൽ കയറിയിട്ട് ഈ മരുമകളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? പ്രാർത്ഥന സ്വീകരിക്കൂല. ബന്ധങ്ങൾ വഷളമാകുന്ന ആളുകൾക്ക്, ബന്ധങ്ങളെ ഇല്ലാതെയാക്കുന്ന, ബന്ധങ്ങളെ മുറിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ എൻ്റെ ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളലുണ്ടാവരുതേ എന്ന് സദാസമയം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ, പൊന്നോമനകളായ നമ്മുടെ മക്കൾ ഈ ലിബറലിസത്തിൻ്റെയും ഇക്വാലിറ്റിയുടെയും അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും, നിങ്ങൾ ആലോചിച്ച് നോക്കി, പെൺകുട്ടിയൊക്കെ ആൺകുട്ടിയൊക്കെ ഒരു ബാത്റൂമായി. നമ്മുടെ ക്യാമ്പസുകളിലെ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഒരു ബാത്റൂമിലാ. ഇനി മടിയിലിരുന്നും ബാത്റൂമിൽ പോവാന്നുള്ള നിയമം കൂടെ വന്നാൽ മതി, വൈകാതെ വരും. അതാണ് കാലഘട്ടം. അവിടെ നിന്നും നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ ഇത്തരം സംഘടനകളെ ഉള്ളൂ, ഇത്തരം സംഘടനകളെ ഉള്ളൂ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ട്, സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ട്, മൊറാലിറ്റിയെ നിലനിർത്തുവാൻ, അധാർമികതകളിലേക്ക് പോവാതെ നമ്മുടെ മക്കളെയും നമ്മുടെ ക്യാമ്പസ് ജീവിതങ്ങളെയും സംരക്ഷിക്കുവാൻ ഇത്തരം സംഘടനകളാണുള്ളത്. അതുകൊണ്ട് അവരെ തള്ളിപ്പറയുകയല്ല, ചേർത്ത് പിടിക്കുക, ആ ആദർശത്തിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കാലിനടിയിലെ മണ്ണ് നമ്മൾ തന്നെ നീക്കാതെ ആ മണ്ണിനെ ഉറച്ചു നിർത്താൻ സഹായിക്കുന്ന, ഇവർക്ക് ശക്തി നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ചേരേണ്ടതുണ്ട്. കൺകുളിർമയേകുന്ന, സന്തോഷവും സമാധാനവും നൽകുന്ന കുടുംബജീവിതം, മക്കൾ, ഇണകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുമാറാവട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട കുറേ നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ച നിങ്ങൾ ഓരോരുത്തവരോടും പിന്നെയും പിന്നെയും സ്നേഹം പങ്കുവെച്ചുകൊണ്ട്, പിന്നെയും പിന്നെയും നന്ദി അറിയിച്ചുകൊണ്ട്